Good morning, children. Today we are learning an important grammar, that's passive voice. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് പാസീവ്. അപ്പോൾ ആരാണ് പാസീവ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിന് മലയാളത്തിൽ കർമ്മണി പ്രയോഗം എന്നാണ് പറയുന്നത്. അതായത് കർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കർത്തരി പ്രയോഗം, കർത്താവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നു എങ്കിൽ അതാണ് ആക്റ്റീവ് വോയിസ്. സബ്ജക്റ്റ് ആക്റ്റീവ് ആകുന്നു എങ്കിൽ അതാണ് ആക്റ്റീവ് വോയിസ്. ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ അത് പാസീവ് വോയിസ് ആയിട്ട് മാറുന്നു. ഇനി ട്രഡീഷണലായിട്ട് കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം പഠിപ്പിക്കുന്ന വേളയിൽ പറയുന്ന എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. രാമ കിൽഡ് രാവണ. രാമ കിൽഡ് രാവണ. ഇതിൻ്റെ അർത്ഥം എന്താണ്? രാമൻ രാവണനെ കൊന്നു എന്നാണ് അല്ലേ. ഇനി ഈ രാവണൻ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് എന്താകുന്നു? അത് പാസീവ് വോയിസ് ആകുന്നു. അതായത് രാമൻ അൺഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ പാസീവ് വോയിസിലാക്കുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ നിയമങ്ങൾ പിന്നീട് പറയാം. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. ഓരോ ഇംഗ്ലീഷ് വാക്യത്തിൻ്റെയും സ്ട്രക്ചർ എന്താണ്? SVO പാറ്റേൺ. അതായത് സബ്ജക്റ്റ്, പിന്നെ വേർബ്, ചില സമയത്ത് ക്രിയ ഉണ്ടാവില്ല, ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ് പാറ്റേൺ ആണ് ഇംഗ്ലീഷിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എൻ ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇനി മലയാളത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ഘടന എന്തായിരിക്കും? രാമൻ രാവണനെ കൊന്നു എന്നാണ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം വരുന്നത് ഓബ്ജക്റ്റാണ്, അതായത് കർമ്മമാണ് വരുന്നത്, പിന്നീടാണ് ക്രിയ വരുന്നത്. ഇനി ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം SVO പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന്. ഇനി ഇവിടെ രാമ കിൽഡ് രാവണ എന്നുള്ള എക്സാമ്പിളാണ് ആക്റ്റീവ് വോയിസ് ആയിട്ട് ഞാൻ തന്നത്. പാസീവ് വോയിസ് ആയി മാറ്റുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നായി മാറി. ഇനി നമുക്ക് എന്തൊക്കെ ഡിഫറൻസുകളാണ് ഈ വാക്യങ്ങൾ തമ്മിലെന്ന് പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കാം. പിന്നെയും നമുക്ക് കൂടുതൽ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഡിഫറൻസ് തന്നെ എന്താണ്? ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഇവിടെ രാമൻ ആരെയാണ് കൊന്നത്? രാവണനെയാണ് കൊന്നത്. അപ്പോൾ രാവണൻ ഓബ്ജക്റ്റാണ്. ആ കർമ്മത്തിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? മുൻപിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ രാവണന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ രാവണൻ ഓബ്ജക്റ്റാണ്. അപ്പോൾ ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഇനി സെക്കൻഡ് ഫോം, V3 ഫോം ഓഫ് ദ വേർബ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാക്യത്തിൽ ഏതുതരം വേർബ് ഫോം ആണെങ്കിലും അതിൻ്റെ V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് V1, V2, V3 എന്നുള്ള ഫോംസ് ഉണ്ട്. അതിൽ V3 ഫോമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ് ഈ പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി തേർഡ്, ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇവിടെ ഒരു വാസുണ്ട്, അതൊരു സസ്പെൻസ് ആണ്, പിന്നീട് പറയാം. ഇനി ഈ പിന്നീട് എന്താണ്? സബ്ജക്റ്റ് ഈസ് റിട്ടൺ അറ്റ് ദ എൻഡ് ബൈ ആഡിങ് ബൈ. പ്രത്യേകം അതും നിങ്ങൾ ശ്രദ്ധിക്കണം. സബ്ജക്റ്റിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി എന്നാണ് പറയണത്? ഈ സബ്ജക്റ്റിനെ നമ്മൾ ഇതാ അപ്രധാന ഘട്ടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപിൽ ബൈ എന്നൊരു വാക്ക് കൂടി നമ്മൾ ചേർത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ സൂപ്പർഫിഷ്യലായിട്ട് 3 നിയമങ്ങളാണ് നമ്മൾ കാണുന്നത്. വാട്ട് ആർ ദ 3 റൂൾസ്? ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. അതായത് പാസീവ് വോയിസിൽ കർമ്മത്തിനാണ്, ഓബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നീട് ക്രിയയുടെ മൂന്നാമത്തെ രൂപം V3 ഫോം ഓഫ് ദ വേർബ് ഈസ് യൂസ്ഡ്. ദെൻ തേർഡ് വൺ, സബ്ജക്റ്റ് ഈസ് റിട്ടൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ബൈ ആഡിങ് ബൈ. അപ്പോൾ ഈ 3 നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി നമുക്ക് സെൻറ്റൻസുകളെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ നിയമങ്ങൾ പടിപടിയായിട്ട് പഠിച്ചു വരാം. ഇനി ആദ്യം തന്നെ ബേസിക് ഫോംസ് ആയ ഓക്സിലറി സെൻറ്റൻസിൽ വരുന്നു എങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നോക്കൂ, റോമൻ ലെറ്ററിൽ ഞാൻ 1 എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇഫ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് ബി ഈസ് ഇൻ ദ സെൻറ്റൻസ് യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ആൻഡ് ആഡ് ബീയിങ്. ഇവിടെ തന്നിരിക്കുന്ന വാക്യത്തിൽ ബിയുടെ ഫോംസ്, വാട്ട് ആർ ദ ഫോംസ് ഓഫ് ബി? ഈസ്, ആർ, ആം, വാസ്, വർ. ദീസ് ആർ ദ ഫോംസ് ഓഫ് ബി. അതിൽ ഏതെങ്കിലും ഒരു ഫോം നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ട് എങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? അതിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം. ഈ ബിയുടെ അപ്രോപ്രിയേറ്റ് ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് തന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റാത്തത്? കാരണം ഓബ്ജക്റ്റാണ് മുൻപിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് അങ്ങോട്ട് പകർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ വി ഹാവ് ടു യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ബി. അല്ലേ? ഈ തന്നിരിക്കുന്ന സഹായക്രിയയുടെ അപ്രോപ്രിയേറ്റ് ഫോം നമ്മൾ യൂസ് ചെയ്യുകയും അതിൻ്റെ കൂടെ ബീയിങ് ചേർക്കുകയും വേണം എന്നാണ് നിയമം. അപ്പോൾ ദീസ് റൂൾസ് ആർ അപ്ലിക്കബിൾ ടു ഓൾ ദ സെൻറ്റൻസസ്. ഇനി നമ്മൾ പാസീവ് വോയിസിലാക്കുന്ന എല്ലാ സെൻറ്റൻസിനും ഈ റൂൾസ് അപ്ലിക്കബിൾ ആണ്. അതോടൊപ്പം പുതിയൊരു നിയമം കൂടി പഠിക്കുകയാണ്. തന്നിരിക്കുന്ന വാക്യത്തിൽ ഈസ്, ആറ്, ആം, വാസ്, വർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബീയിങ് ചേർക്കണം. അതായത് അപ്രോപ്രിയേറ്റ് ഫോം യൂസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ബീയിങ് നമ്മൾ ചേർക്കണം. ഇനി ഈ നിയമങ്ങൾ കൂടി ബാധകമാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ബിയുടെ ഫോംസ് ഒന്നും ഇല്ല അല്ലേ? ഇവിടെ ദർ ഇസ് നോ ഓക്സിലറി ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ബിയുടെ ഫോംസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ, ഹി ഈസ് റൈറ്റിംഗ് ദ ആൻസർ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഹി ഈസ് റൈറ്റിംഗ് ദ ആൻസർ. എന്താണ് അവൻ എഴുതുന്നത്? എന്താണ് എഴുതുന്നത്? ദ ആൻസർ. അപ്പോൾ ഈ ഉത്തരത്തിനാണ് പ്രാധാന്യം, അവനല്ല അല്ലേ? അപ്പോൾ ഈ ഉത്തരം ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ദ ആൻസർ. ദ ആൻസർ. ആൻസർ ഒരു ആൻസറാണ് അല്ലേ? കുറേ ആൻസേഴ്സ് ഇല്ല. അപ്പോൾ അവനും ഏകവചനമാണ്, സിംഗുലറാണ്. ആൻസറും ഏകവചനമാണ്. അതുകൊണ്ട് ഈ ഓക്സിലറിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ ദ ആൻസർ ഈസ്, ഇവിടെ നോക്കൂ, വി ഹാവ് ടു ആഡ് ബീയിങ്. ബീയിങ് എന്ന വാക്ക് നമ്മൾ ചേർക്കണം. ദ ആൻസർ ഈസ് ബീയിങ്. അപ്പം ഞാൻ എന്താ ഇവിടെ നിയമം പറഞ്ഞിരിക്കുന്നത്? ബീയിങ് ഇവിടെ ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ആൻസർ ഈസ് ബീയിങ്. ക്രിയയുടെ തേർഡ് ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട്സ് ദ തേർഡ് ഫോം ഓഫ് റൈറ്റ്? റൈറ്റ്, റോട്ട്, റിട്ടൺ. ദ ആൻസർ ഈസ് ബീയിങ് റിട്ടൺ. ആരാൽ? ബൈ ഹി എന്ന് പറയില്ല, ബൈ ഹിം, അവനാൽ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ദിസ് ഇസ് ദ സെൻറ്റൻസ്, ഹി ഈസ് റൈറ്റിംഗ് ദ ആൻസർ. അവൻ എന്താണ് എഴുതുന്നത്? അവൻ എന്താണ് എഴുതുന്നത്? ദ ആൻസർ. അപ്പോൾ ആ നിയമപ്രകാരം ഓബ്ജക്റ്റിനെ നമ്മൾ മുൻപിലോട്ട് കൊണ്ടുവന്നു, ദ ആൻസർ. ഇനി ഈ ഓക്സിലറി അതേപടി നമ്മൾ ഇവിടെ എഴുതുന്നു. അതിനുള്ള കാരണം എന്താ പറഞ്ഞത്? ഹി ഈസ് സിംഗുലർ ആൻഡ് ദ ആൻസർ ഈസ് സിംഗുലർ. ഇവിടെ ആ ഒരു എന്താ സിംഗുലർ ഏകവചനം തന്നെയാണ് ഇവിടെ 2 പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓക്സിലറിക്ക് വ്യത്യാസമില്ല. അപ്പോൾ ദ ആൻസർ ഈസ് ബീയിങ് റിട്ടൺ. റിട്ടൺ എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ ഇവിടെ ഒരു അഡീഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ദ ആൻസർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ ഈ നിയമം നേരത്തെ പറഞ്ഞു തന്നെയാണ് പാലിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ V3 ഫോം നമ്മൾ എഴുതി, അതേപോലെ ബൈ ഹിം എഴുതി. ഇതൊക്കെ നേരത്തെ പഠിച്ച നിയമങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് വി യൂസ്ഡ് ബീയിങ് അലോങ് വിത്ത് ദ ഫോം ഓഫ് ബി. ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്സാമ്പിൾ, മൈ മദർ ഈസ് കുക്കിംഗ് ദ ഫുഡ്. ഓബ്ജക്റ്റ് എന്താണ്? വാട്ട്സ് ദ ഓബ്ജക്റ്റ്? എന്താണ് കുക്ക് ചെയ്യണത്? എൻ്റെ അമ്മ പാചകം ചെയ്യാണ് അല്ലേ? ഭക്ഷണം പാചകം ചെയ്യാണ്. എന്താണ് പാചകം ചെയ്യുന്നത്? ദ ഫുഡ്. ഇപ്പോൾ ദ ഫുഡിനെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് ദിസ് വേർഡ്. ഈ വേർഡ് ഇങ്ങോട്ട് തന്നിട്ടുണ്ടാവും.
അപ്പോൾ പിന്നെ ബാക്കിയുള്ളതേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് ദിസ് വേർഡ്, അതായത് ദ ഫുഡ്. ബാക്കി എന്തായിരിക്കും? ദ ഫുഡ്. ദ ഈ സിംഗുലർ, ദ ഫുഡ് ഈ സിംഗുലർ, രണ്ടും സിംഗുലർ ആണ്, ഏകവചനം തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഓക്സിലറി. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ടെൻസിൽ വ്യത്യാസം വരില്ല. റിപ്പോർട്ടേഴ്സ് സ്പീച്ചിൽ ടെൻസിൽ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ടെൻസിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അമ്മ അല്ലേ, അമ്മയ്ക്ക് പകരം നമ്മൾ എഴുതിയത് ദ ഫുഡ്, ഓക്സിലറി സെയിം തന്നെയാണ്. അപ്പോൾ ഈസ് ഇങ്ങോട്ട് എഴുതി. പിന്നെ എന്ത് ചേർക്കണം? ബീയിങ് ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദ ഫുഡ് ഈസ് ബീയിങ്. കുക്ക് എന്നതിൻ്റെ V3 ഫോം കുക്ക്ഡ് ആണ്. കുക്ക്ഡ് ബൈ മൈ മദർ. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ അമ്മ പാചകം ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ആ അമ്മയ്ക്കല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കാം അമ്മ അന്ന് പാചകം ചെയ്യുന്നത്. അപ്പോൾ ആ ഫുഡിന് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്തരം ഒരു അവസ്ഥയിൽ എന്ത് വരുന്നു? ദ ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ മൈ മദർ. നെക്സ്റ്റ് സെൻറ്റൻസ്, വി വർ പ്ലാനിങ് ആൻ എക്സ്കേർഷൻ ടു മൈസൂർ. വി ആർ പ്ലാനിങ് എന്ന് പറഞ്ഞുകൂടാല്ലേ ഈ കാലഘട്ടത്തിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വി വർ പ്ലാനിങ് ആൻ എക്സ്കേർഷൻ ടു മൈസൂർ. മൈസൂർക്ക് ഞങ്ങൾ ഒരു എക്സ്കേർഷൻ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇവിടെ വി ആണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ എന്താ പ്ലാൻ ചെയ്യണത്? ആൻ എക്സ്കേർഷൻ അല്ലേ, ആൻ എക്സ്കേർഷൻ. അപ്പോൾ ഇവിടെ മുൻപിലേക്ക് ആൻ എക്സ്കേർഷൻ വന്നു നോക്കൂ. ആൻ എക്സ്കേർഷൻ, എക്സ്കേർഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഇവിടെ ഞങ്ങൾ ബഹുവചനമാണ്, പക്ഷേ എക്സ്കേർഷൻ എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് നോക്കൂ, ഇവിടെ സിംഗുലറാണ് ഓക്സിലറി ആയിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എഡിറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ വേറൊന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുക. ഹിയർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ. നമ്മൾ എടുത്തെഴുതിയിട്ടുള്ള സബ്ജക്റ്റ് ഇവിടെ സിംഗുലറാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ, ടെൻസിൽ വ്യത്യാസം വരണില്ല റിപ്പോർട്ടർ സ്പീച്ച് പോലെ. അപ്പോൾ ആൻ എക്സ്കേർഷൻ വാസ്. പിന്നെ എന്താണ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ സെൻറ്റൻസിൽ. എന്താണ് ആ മിസ്റ്റേക്ക്? വാസ് ബീയിങ്. ഇവിടെ എന്താണ് വേർ വന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്തുണ്ട് എന്നാണ് പറയണത്? വൺ ഓഫ് ദ ഫോംസ് ഓഫ് ബി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ an excursion was being ചേർക്കണം. പിന്നെ തേർഡ് ഫോം എന്താണ്? was being planned. എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യണത്? പ്ലാൻഡ് ടു മൈസൂർ. പ്ലാൻഡ് ടു മൈസൂർ ആരാൽ? മൈസൂർ ബൈ അസ്. ക്ലിയർ ആയോ? ഇവിടെ വിക്ക് പകരം ബൈ അസ് ആണ് വന്നിരിക്കുന്നത്. ബൈ വി എന്ന് പറയില്ല, ബൈ അസ് ആണ്. അതൊക്കെ നമുക്ക് ആ സെൻറ്റൻസ് ഇങ്ങനെ പറയുന്ന സമയത്ത് ആ കറക്റ്റായ ഫോം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. ബൈ വി എന്ന് പറയില്ലല്ലോ, ബൈ അസ് എന്നല്ലേ പറയുക. അപ്പോൾ ഇവിടെ ആകെ നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ്? ഇവിടെ വേറാണ് തന്നിരിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുന്ന സമയത്ത് ഹിയർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, സോ വി ഹാവ് ടു യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ബി. അതിവിടെ വേറായതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി മാറ്റി? ഇവിടെ വാസാക്കി മാറ്റി. പിന്നെ നമ്മൾ ബീയിങ് ആഡ് ചെയ്യുന്നു. ബീയിങ് പ്ലാൻ ടു മൈസൂർ ബൈ അസ്. ഇനി they are cleaning the house. അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അവർ ഹൗസ് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അവർക്കല്ല ഇമ്പോർട്ടൻസ് അല്ലേ, ഹൗസിനാണ് ഇമ്പോർട്ടൻസ്. എന്താ ക്ലീൻ ചെയ്യണത്? ഹൗസ്. ദ ഹൗസ് ഇവിടെ നോക്കൂ, ആറിന് പകരം വി യൂസ്ഡ് ഈസ്. കാരണം ഇത് സിംഗുലർ ആണ്, ഹൗസ് എന്ന് പറയുന്ന ഏകവചനമാണ്. അപ്പോൾ വി ഹാവ് ടു ചേഞ്ച് ദ ഓക്സിലറി. ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ്. ഒക്കെ സിമ്പിളാണ്. ഈ വേർബൊക്കെ പാസ്റ്റ് ടെൻസിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും. ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ് ബൈ ആരാൽ? ബൈ ദേ പറയില്ല, ബൈ ദം. ലാസ്റ്റ് എക്സാമ്പിൾ, ഷീ ഈസ് സ്റ്റിച്ചിങ് ദ ഡ്രസ്. അവൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ്. എന്താണ് അവൾ സ്റ്റിച്ച് ചെയ്യുന്നത്? ഓബ്ജക്റ്റ് എന്താണ്? ഡ്രസ്സ്. അപ്പോൾ ദ ഡ്രസ് ഇവിടെ ഷീ സിംഗുലർ ആണ്, ഡ്രസ്സ് സിംഗുലർ ആണ്. അപ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഓക്സിലറി. ദ ഡ്രസ് ഈസ് ബീയിങ് stitched by her.